ഹായ്, എല്ലാവർക്കും നമസ്കാരം. മനോലയത്തിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നരകവും സ്വർഗവും എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പല മതഗ്രന്ഥങ്ങളും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗവും നരകവും ഇവിടെയാണോ, അത് മരണത്തിന് ശേഷമാണോ? നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു ഘടകമല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ. ഒരു 90-10 എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട്. ഇംഗ്ലീഷിൽ 90/10 റൂൾ എന്ന് പറയും. അതായത് 10% നമ്മളുടെ പ്രതികരണമാണ് 90% നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്നത് എന്നാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരു രാവിലെ പ്രാതൽ കഴിക്കാനായിട്ട് ഒരു കുടുംബം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ അച്ഛനുണ്ട്, മകളുണ്ട്, അമ്മയുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഈ കുഞ്ഞിൻ്റെ കൈ തട്ടി ചായ, അച്ഛൻ്റെ ഓഫീസിൽ പോകാനായിട്ട് തേച്ച വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇരിക്കുവാണ് അച്ഛൻ. ഈ ചായ തട്ടി അച്ഛൻ്റെ ഷർട്ടിലേക്ക് മറിഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വന്നു ഇയാൾ മീറ്റിങ്ങിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമായിരുന്നു അവിടെ. പെട്ടെന്ന് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ കുഞ്ഞിനെ ഉടനെ തന്നെ എവിടെ നോക്കിയാടി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അടിയും കൊടുത്തു. കുഞ്ഞ് അലമുറയിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ അല്ലാതെ അവൾക്ക് വേദനയും സങ്കടവും ഒന്നും അല്ലാതെ. അതേപോലെ തന്നെ ഭാര്യ ഇത് കണ്ട് ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഭാര്യ ഭർത്താവിനെ ചോദ്യം ചെയ്തു, നിങ്ങൾക്ക് അവള് കുഞ്ഞല്ലേ, നിങ്ങൾ എങ്ങനെയാണോ അവളെ തല്ലുന്നത്? അപ്പോൾ ഇയാൾ ഭാര്യയോട് തട്ടിക്കേറി. ഭാര്യയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങി. പക്ഷെ ഭാഗ്യവശാൽ ഭാര്യയ്ക്ക് തല്ല് കിട്ടിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇയാൾ ദേഷ്യത്തോടെ ഓടി മുകളിലേക്ക് കയറി ഷർട്ടൊക്കെ മാറി പുതിയ വേറെ ഷർട്ട് എടുത്ത് അടിച്ചു ഓടി. വേറൊന്നും മിണ്ടിയില്ല. അതേ വികാരത്തോടെ അതേ ദേഷ്യത്തോടെ ഇയാൾ വണ്ടിയിൽ കയറി കാറെടുത്ത് പാഞ്ഞു പോയി. ഈ പോകുന്ന വഴിക്കൊക്കെ അറിയാലോ, ഓഫീസ് സമയമാണ്, നല്ല തിരക്കുള്ള വഴികളായിരിക്കാം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കിപ്പോയി കൂടെയിടാൻ നിനക്ക്, അങ്ങനെ ഇങ്ങനെ മറ്റേ മോനെ മറിച്ച മോനെ എന്നൊക്കെ വിളിച്ച് ഇയാൾ ചെറിയും പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല സ്പീഡിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ എന്നാലും പരമാവധി വേഗത്തിലെടുത്ത് ഇയാൾ ട്രാഫിക്കിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നല്ല കൂട്ടം ട്രാഫിക്കിൽ ചുവന്ന തെളിഞ്ഞ് കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ പിന്നെയും സർക്കാരിനെയും ട്രാഫിക് നിയമങ്ങളെയും റോഡിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ ഇയാളെ മനസ്സിലാലോചിച്ച് പഴിചാരി തെറി പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഇയാൾ. അപ്പോഴാണ് പച്ച ലൈറ്റ് തെളിഞ്ഞു. ആൾക്കാർ പതിയെ പോകാൻ തുടങ്ങി. ഇയാളും എങ്ങനെയായാലും ആക്സിലേറ്റർ ഒരു പരിധിക്കുള്ളിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇയാളും ചവിട്ടി. അപ്പോഴത്തേക്ക് ഇയാൾ അറ്റത്തെത്തിയപ്പോഴത്തേക്കും, ലൈറ്റിൻ്റെ അറ്റത്തെത്തിയപ്പോഴത്തേക്കും പച്ച നിന്ന് വീണ്ടും ചുവപ്പായി. പക്ഷെ കാണാത്ത രീതിയിൽ ഇയാൾ അതിനെയും കാണാത്ത രീതിയിൽ വണ്ടി സ്പീഡിലെടുത്ത് കുറച്ചങ്ങ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ട്രാഫിക് പോലീസ് കൈ കാണിച്ച് നിർത്തി. ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ പിഴയും വാങ്ങി ബില്ലും കൊടുത്തു, ഇയാൾക്ക് റെസിപ്റ്റും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ നേരെ ഓഫീസിൽ ക്ഷുഭിതനായി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദേഷ്യം ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ആവിയായിട്ട് ഇങ്ങനെ തിളച്ചു പൊങ്ങുവാണ്. ഓഫീസിലെത്തിക്കഴിഞ്ഞ് സഹപ്രവർത്തകരോട് 2-3 പേര് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നു. അവരോടൊക്കെ മുഖം കറുപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവരൊക്കെ നീരസത്തോടെ തിരിച്ചു പോയി. അങ്ങനെ അറിയാലോ നമുക്ക് പിന്നെ എന്താ സംഭവിക്കുന്നത് അറിയാം. അന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു അയാൾ. ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്തോളൂ. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്താൽ അതിൻ്റെ ഇമോഷണൽ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ രാവിലെ ഇവർ 3 പേരും കൂടെ പ്രാതൽ കഴിക്കാൻ ഇരിക്കുന്നു. കൊച്ച് കഴിക്കുന്നതിനിടയിൽ കൈ തട്ടി ചായ മറിഞ്ഞ ഷർട്ടിലേക്ക് വീഴുന്നു. ഇയാൾക്ക് ദേഷ്യം വന്നു. ഓഫീസിൽ പോകാൻ സമയമായി. ദേഷ്യം വന്നെങ്കിലും ഇയാൾ അതിനെ ഉൾക്കൊണ്ട് ഇയാൾക്ക് മനസ്സിലായി കൊച്ച് അറിയാതെ ആ ഒരു വ്യഗ്രതയിൽ പറ്റിയതാണ് കൊച്ചിന്. ഇയാളതിന് കൊച്ചിനോട് ഒരു അപ്പമെടുത്ത് കൊച്ചിൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ പോട്ടെ, അറിയാതെ പറ്റിയല്ലേ, നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് ഒരു സോളിഡായിട്ട് അയാൾ പറഞ്ഞു. പക്ഷേ സ്നേഹം ഉണ്ടായിരുന്നു, അതിൽ മാധുര്യം ഉണ്ടായിരുന്നു, സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. കൊച്ച് പേടിച്ചു പോയി കൈ തട്ടി മറിഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ അച്ഛൻ്റെ വളരെ സ്നേഹത്തോടെ ഉള്ള ഈ ഇടപെടൽ കൊച്ചിനെ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോയി. കൊച്ച് ചിരിച്ചു, പതിയെ ചിരിച്ചു. കണ്ണുകൾ നിറഞ്ഞാണെങ്കിലും കൊച്ച് ചിരിച്ചു. ഭാര്യയ്ക്കും കൊച്ചിനോട് ദേഷ്യം വന്നു തട്ടിയതിൽ. പക്ഷേ ഭർത്താവിൻ്റെ ഈ സ്നേഹപരമായിട്ടുള്ള
എന്താ പ്രതികരണം കണ്ട് ഭാര്യയുടെ ഉള്ളിലും സ്നേഹം നിറഞ്ഞു. മോളോട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, ഇനിയൊന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാൾ മുകളിൽ പോയി ഡ്രസ്സ് മാറി പതിയെ തിരിച്ചു വന്നു. ചായ കുടിച്ചു, മകൾക്കൊരു ഉമ്മ നൽകി, ഭാര്യയ്ക്ക് ഒരു ചുംബനം നൽകി ഇയാൾ പതിയെ കാറിൽ കയറി പോയി. അവിടെ ആ ഒരു നടന്നതെല്ലാം ആലോചിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ വൈബ്രേഷൻ്റെ ഫീലിംഗ്, ആ സ്നേഹത്തിൻ്റെ ഫീലിംഗ് എല്ലാം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അയാൾ കാർ ഓടിക്കുമ്പോഴെല്ലാം അത് അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ട്രാഫിക് എത്തിയപ്പോഴും അയാൾ സാവധാനം ചവിട്ടി ക്ഷമയോടെ കാത്തിരുന്നു. സിഗ്നൽ രണ്ടാമത് ചുമപ്പ് എത്തിയപ്പോഴും അയാൾ അവിടെ ചവിട്ടി. എൻ്റെ സമയമായിട്ടില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് അയാൾക്കുണ്ടായിരുന്നു. പച്ചയായപ്പോൾ പതിയെ അയാൾ എടുത്തു പോയി. സഹപ്രവർത്തകരോടൊക്കെ വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടെ അയാൾ സംസാരിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് അയാൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കി, ഇതിൽ ഏതാണ് നരകം, ഏതാണ് സ്വർഗം? അപ്പോൾ ദൈനംദിന ജീവിതത്തിലുള്ള ഈ നരകത്തെയും സ്വർഗത്തെയും അവഗണിച്ചുകൊണ്ട് മരണശേഷം ഉള്ള അറിയാത്ത അങ്ങനെ ഒരു നരകത്തെയും സ്വർഗത്തെയും നമ്മൾ ആശ്രയിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, രണ്ടാമത്തെ കാര്യം. പക്ഷെ ഉള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യത്തെ നമുക്ക് ഇവിടെ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നുകൂടെ, നമ്മുടെ ബോധമനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രവർത്തിച്ചുകൂടെ. ഈ 90-10 റൂൾ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ ആർ കോവേ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ എഴുത്തുകാരനാണ്. It states that 10% of life is what happens to you and 90% is how you react to it. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശ്രദ്ധ പുറത്തുള്ള വസ്തുക്കളെ നമ്മൾ കുറ്റം പറയുന്നതിൽ മാറി നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. 10% നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഇവൻറ്റ്സാണ്. അപ്പോൾ ആ കൊച്ചു ചായ മറിച്ച് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ വളരെ നന്നായി മാറും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. റെസ്പോണ്ടിങ് കോൺഷ്യസ്ലി റാദർ ദാൻ ആക്ടിങ് ഓർ റിയാക്ടിങ് ഇമ്പൾസീവ്ലി ഫോസ്റ്റേഴ്സ് ഹെൽത്തിയർ റിലേഷൻസ്. നമ്മുടെ ഇപ്പോൾ ഓഫീസിലെ റിലേഷൻ ആദ്യത്തെ സിറ്റുവേഷനിൽ വളരെ മോശമായിരുന്നു. പക്ഷേ രണ്ടാമത് അയാൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ ആ സിറ്റുവേഷൻ തന്നെ മാറി. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിൽ വറി ചെയ്യാതെ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ നന്നായി തന്നെ മാറും. ഇവിടെ തന്നെയാണ് നമ്മളുടെ റെസ്പോൺസും റിയാക്ഷനും എന്ന് പറയുന്ന രണ്ട് സംഗതിയും കൂടെ ഉള്ളത്. നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മുടെ പ്രതികരണത്തെ ഒരു ദിവസം എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. 10% ആയിരിക്കാം മേ ബി ആ ഒരു നിമിഷം, മൊത്തം ദിവസത്തിൻ്റെ ഒരു 10% ആയിരിക്കാം ആ റിയാക്ഷൻ. പക്ഷേ 90% മുഴുവൻ ദിവസത്തെ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എങ്ങനെ സന്തോഷത്തോടും മറ്റുള്ളവരോടുള്ള കരുണയും സ്നേഹവും ഒക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.